to my YouTube channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുവരെ ആരും ഇന്നേവരെ യൂട്യൂബിൽ ട്രൈ ചെയ്യാത്ത ഒരു പുതിയ കണ്ടന്റ് ആണ്, ഫ്രഷ് കണ്ടന്റ് ആണ്. അതെന്താന്ന് ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് പറഞ്ഞുതരും. പറഞ്ഞോളൂ. ഇവർ രണ്ടുപേരും ആരാന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇല്ല, ഞാൻ പരിചയപ്പെടുത്തില്ല, ഇവരെന്നെ പരിചയപ്പെടുത്തും. ഞാൻ അഷിത, ഞാൻ അശ്വിനി. എനിക്ക് തോന്നുന്നു ഇതിന് തൊട്ട് മുന്നേ ഒരു കണ്ടന്റിൽ ഞാനുണ്ട്. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറെ വീഡിയോസിലും ഷോർട്സിലായിട്ട് നിങ്ങൾ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടാവും, വീഡിയോ കാണുന്നവരാണെങ്കിൽ. രണ്ടുപേരും എന്റെ ഫ്രണ്ട്സ് ആണ്, കുറെ കാലപ്പഴക്കമുള്ള ഫ്രണ്ട്സ് ആണ്. എന്റെ ക്വസ്റ്റ്യൻസ് കേൾക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് അല്ലേ? ഭയങ്കര ആകാംക്ഷയുണ്ടല്ലേ? അപ്പൊ നമ്മുടെ ഗെയിമിന്റെ റൂൾസ് എന്ന് പറയുന്നത്, ഞാൻ ചോദ്യം ചോദിക്കും, ഇവർ ആൻസർ ചെയ്ത് നമ്മൾ ആൻസേഴ്സ് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മള് തോറ്റ ആൾക്കാർ 4 നാണുകൾ, രണ്ടുപേർക്കും ഓക്കെ. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ഈ ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചു. ഡേറ്റ് ഓഫ് മറവിയുടെ പ്രശ്നമുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോ ഡേ, മന്ത്, ഇയർ. ഏതെങ്കിലും ഒന്ന് ശരിയായ മാർക്ക്. വെരി സോറി, എല്ലാം ശരിയായാലും മാത്രമേ മാർക്കുള്ളൂ, അല്ലെങ്കിൽ 0. നമുക്കൊരു 10 സെക്കൻഡ്സ് കൊടുക്കാം അല്ലേ? 23-25 അവസ്ഥയാണ് എനിക്കിപ്പോ. സമയം കഴിഞ്ഞു. എനിക്ക് അറിഞ്ഞൂടാ. എഴുതിയിരിക്കുന്നത് 1996. അതിന്റെ വയസ്സ് പുറത്തിറങ്ങിയല്ലോ. സെലിബ്രിറ്റീസിന്റെ വയസ്സൊന്നും പറയാറില്ല. കുഴപ്പമില്ല, എനിക്കത് പ്രശ്നമില്ല. 1996 ജൂലൈ 17 എന്നാണ്. അതെന്റെ ഏതോ ഒരു ഫ്രണ്ടിന്റെ പേര്. കാറിന് നല്ല ഓർമ്മയുണ്ടാവും. രണ്ടുപേരും തെറ്റിച്ചിരിക്കുന്നു. ഞാൻ ചെയ്യുന്നില്ല. എന്റെ ബർത്ത്ഡേ 1996 ഫെബ്രുവരി 24 ആയിരുന്നു. ഫെബ്രുവരി ശരിയായി. 1996 ശരിയായ മാർക്ക് ആരെ മാർക്ക് എനിക്കും വേണം. 1996 കറൂന് വേണമെങ്കിൽ, സോറി, ഇയാൾക്ക് വേണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഒരു ആരും ഹാഫ് മാർക്ക്. ഓക്കെ, ഇവിടെ ഹാഫ് മാർക്ക്, ഇവിടെ 0. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കട്ടി ക്വസ്റ്റ്യനാ. എളുപ്പം കിട്ടിയില്ല. കുറച്ച് കട്ടി. ഓർത്തെടുക്കണ്ടോന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ഓർത്തെടുക്കൊന്നും. എന്റെ റിസർച്ച് ഏരിയ, ലൈക്ക് എന്താണെന്ന് കുഴപ്പമില്ല, ടോപ്പിക് ആണെന്ന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏരിയ ആണെന്ന് കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ ഞാൻ മാർക്ക് തരാം. എഴുതിയോ? ആന്റി ഏജിംഗ് എഴുതിയാലും മാർക്ക് തരാം. ഏജിംഗ് റിലേറ്റഡ് എഴുതിയാൽ മാർക്ക് തരാം. നാനോ ആണ് എഴുതിയാലും മാർക്ക് തരാം. നിങ്ങളുടെ അല്ല, സ്കിൻ റിലേറ്റഡ്. കുറച്ചെങ്കിലും മാച്ച് വരുന്നത് അശ്വിനിയുടെ ആയതുകൊണ്ട് നമുക്ക് അശ്വിനിക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇദ്ദേഹം എഴുതിയത് ക്യാൻസർ എന്നാണ്. ഞാൻ റിസർച്ച് ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് മാർക്ക് കൊടുക്കാൻ ഒരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ബാഡ് ഹാബിറ്റ്? എനിക്കുള്ള ഒരു, അതിപ്പോ നിങ്ങൾ പറഞ്ഞോ, ഞാനത് ശരിയാണെങ്കിൽ ഞാനത് ഓക്കെ പറയാം. സ്വഭാവത്തിലുള്ളതാവാം, എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയാം. എല്ലാം ഞാൻ സമ്മതിച്ചു തരാൻ പറയാം. ഇവര് പറയട്ടെ, അതല്ല നല്ലത്. പറ. പുറത്തു പോയി വന്നാൽ ഡ്രസ് മാറ്റാതെ ബെഡ് കേറി കിടക്കും മണിക്കൂറോളം. എക്സാക്ട്ലി, ഫുൾ മാർക്കാണ്. തികച്ചും സത്യമാണ്. അല്ല, ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തത് മണിക്കൂറുകളോളം ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കും. പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ ഇല്ലേ, രണ്ടും നല്ലത്. ഇത് എനിക്ക് ഉള്ളൊരു ശീലമാണ്. ഇവളുള്ള കാലത്ത് ഞാനത് മാറ്റിയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ബാക്ക് ടു നോർമൽ വന്ന പോലെ കിടക്കും. ഇത് പിന്നെ ഇതിൽ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രോക്രാസ്റ്റിനേഷൻ ആണ് എനിക്ക് കൂടുതൽ. അത് അപ്പൊ ഓക്കെ, അത് രണ്ടും ഓക്കെ. ഒരു മാർക്ക് ഉണ്ടോ? ഒരു മാർക്ക് രണ്ടുപേരും. ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പിന്നെ രണ്ടുപേർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും.
പക്ഷെ ഇതിന്റെ ആൻസർ എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾ എഴുതിക്കോ. ഞാൻ ഓക്കെ. ഫേവറേറ്റ് ടീച്ചർ ഇൻ മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡ്യൂറേഷൻ. കണ്ടോട്ടെ. പക്ഷെ നമ്മളിത് കട്ട് ചെയ്യുമല്ലോ. അയ്യോ പേര് പറഞ്ഞു തരൂ. പേര് പറഞ്ഞു കേട്ടോ. അപ്പൊ തോക്കും. അയ്യോ അൽസൈമേഴ്സിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു. ഒന്നും ഓർമ്മയില്ല. ഇതിന് സെക്കൻഡ് ഇല്ല. 10 സെക്കൻഡ് സമയം കൊടുക്കും. 10 സെക്കൻഡ് സമയമുണ്ട്. 5 സെക്കൻഡ് എല്ലാത്തിനും 10 സെക്കൻഡ് സമയമുണ്ട്. ആ ഒരാളെ പേര് ഒഴികെ ഇപ്പൊ ബാക്കി എല്ലാവരുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, രണ്ടൊരു ബിൻസി മിസ്സിന്റെ പേരെഴുതി. പക്ഷെ ബിൻസി മിസ് അല്ല. മാള് പറ ആരാ? ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സുംബുല മിസ്സിന്റെ മിസ്സിന്റെ ഡ്രസ്സിങ്ങും മിസ്സിന്റെ ഒരു Obsessed ആണ്. ടീച്ചറാന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എനിക്ക് മിസ്സിന്റെ കാര്യമായിരുന്നു. പക്ഷെ എനിക്കൊരു കുറച്ചും കൂടെ ഭയങ്കര മെന്റലി നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ തോന്നിയത് സുംബുല മിസ്. നമ്മൾ ഒരേപോലെ തെറ്റിച്ചു. നിങ്ങൾ ഒരേപോലെ തെറ്റിച്ചു. പക്ഷെ ഒരേപോലെ നമ്മൾ ചിന്തിച്ചു. നിനക്ക് മാർക്കില്ല. ഫ്രീ ടൈമിൽ എനിക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം? ഫ്രീ ടൈമില് ഫ്രീ ടൈം കഴിഞ്ഞു. ഫ്രീ ടൈമിൽ ഞാൻ എന്താണ് കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ? ഫ്രീ ഇല്ലാത്തപ്പോഴും എപ്പോഴും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ഞാൻ നീ പറഞ്ഞ അവള് എഴുതും. അറിയില്ല. അറിയാം രണ്ടുപേരും ശരിയാക്കുന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഓക്കെ. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നില്ല. വെരി ഗുഡ്. സ്ലീപ്പിംഗ് കറക്റ്റ് ആൻസർ ആണ്. എനിക്ക് ഉറങ്ങാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എന്താണെന്നറിയോ? ഒരു നല്ല കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. ഫേവറേറ്റ് പേസ്റ്റ്. പേസ്റ്റ് അത് ഗസ് ചെയ്യണം. പേസ്റ്റ് മനസ്സിലായി. ആ പേസ്റ്റ് എഴുതൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേസ്റ്റ്. എന്റെ സ്വഭാവം വെച്ച് എനിക്ക് ഏത് പേസ്റ്റ് എനിക്ക് ഇഷ്ടമുണ്ടാവുക? ഏതെങ്കിലും ഒന്ന്. ഫസ്റ്റ് റെഡ് ആണ് എന്റെ മനസ്സ് പറയുന്നത്. എഴുതിയോ? എനിക്ക് ആൻസർ ഇല്ല. ആൻസർ ഇല്ല. ഓക്കെ. അശ്വിനി എഴുതിയത് ക്ലോസപ്പ് കോൾഗേറ്റ് റെഡ്. കോൾഗേറ്റ് റെഡ് ഉണ്ട്. എനിക്ക് ക്ലോസപ്പ് ആണ്. ഓക്കെ. കോൾഗേറ്റ് റെഡ് ഉണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. കോൾഗേറ്റ് ക്ലോസപ്പ് കോൾഗേറ്റ് റെഡ് ഉണ്ട്. ശരി, എനിക്ക് ഇഷ്ടം ക്ലോസപ്പ് ആണ്. അതിന്റെ റെഡ് പേസ്റ്റ്. ഹാഫ് മാർക്ക്. ക്ലോസപ്പ് ഞാൻ റെഡ് ആയതുകൊണ്ടൊരു കൺഫ്യൂഷൻ വന്നത്. എന്നിട്ട് ഞാൻ ക്ലോസപ്പ് ഫസ്റ്റ് എഴുതി. എന്നിട്ടാണ് ഞാൻ കൺഫ്യൂഷൻ പേസ്റ്റ് ഒക്കെ ഒരാൾ ഗസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ശരിയാ. ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 3 മാർക്കായി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് മേക്കപ്പ് ഐറ്റം. ലൈക്ക് എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ ഇതെങ്കിലും ചെയ്യും. പറഞ്ഞോ. ലിപ്സ്റ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് മൈ സ്ട്രേഞ്ചസ്റ്റ് ഹാബിറ്റ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക. ഇൻ ദ സെൻസ് എന്താണ്? ഒരു ഇന്നവരാർക്കും കാണാത്ത തരത്തിലുള്ളത്, കാണാത്തൊരു സാധനം. മോശമെന്നല്ല, മോശമാവണമെന്നില്ല. മോശമാണ് കിട്ടിയാലേ. ഇത് കുറച്ച് ആലോചിക്കേണ്ടി വരും. എല്ലാരും എന്താ പറഞ്ഞിട്ടുണ്ട് ഗൈസ്? നഖം കടിക്കും. വർഷങ്ങളായിട്ട് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പക്ഷെ മാറ്റമുണ്ട്. രണ്ട് കൈ എന്നുള്ളത് ഒരു കൈയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം കുറച്ച് 2 കൊല്ലം കഴിയുമ്പോ ഇതും കൂടെ ശരിയാവുമായിരിക്കും. എന്റെ അമ്മയുടെ മനസ്സിലുള്ള ആൻസർ ഒന്നുമില്ല, എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. വാട്ട് ടൈപ്പ് ഓഫ് മ്യൂസിക് ഐ യൂഷ്വലി ലിസൺ? എനിക്ക് ഏതാണ് ഇഷ്ടം? അതായത് മെലോഡി ആണോ, ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ? ഞാൻ എപ്പോഴും കേൾക്കുന്നത്, ബസ് പോവാണെങ്കിൽ എവിടെ പോകണം കേൾക്കണത് ഏത് ടൈപ്പ്? എല്ലാവർക്കും അറിയോ അത്? ഞാൻ വിചാരിച്ച എനിക്ക് മാത്രം അറിയൂ. ഇല്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. ഇല്ല, ഇതല്ല. എഴുതിയിരിക്കുന്നത് മെലഡി എന്നാണ്, ഇത് ഫാസ്റ്റ് എന്നാണ്. ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഫാസ്റ്റ് നമ്പേഴ്സ് ആണ് കേൾക്കുന്നത്. എനിക്ക് ഭയങ്കര സ്പീഡ് പാട്ടുകളാണ്, വൈബ് സോങ്സ് ആണ്. അത് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനത്തെ സോങ്സ് ഒക്കെയാണ് എനിക്കിഷ്ടം. വാട്ട്സ് മൈ ഫേവറേറ്റ് ഹോബി?
ഹോബി എനിക്ക് സ്ലീപ്പിംഗ് ഒഴിച്ചു വെച്ച് ഹോബിയാടാ ഹോബി. മനസ്സിലായി. സിംഗിങ്, ഡാൻസിങ്, വരക്കുക, എഴുതുക, വായിക്കുക, അങ്ങനത്തെ സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെയ്യാൻ ഇഷ്ടം എന്താണ്, പക്ഷെ ഞാൻ ചെയ്യുന്നത് നല്ലത് ഏതാന്നല്ല, എനിക്ക് ചെയ്യാൻ ഏതാണ് ഇഷ്ടം. വായിക്കാനാണോ, പഠിക്കാനാണോ, പാടാനാണോ, ഡാൻസ് ചെയ്യാനാണോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടില്ല, ഒരൊറ്റ എഴുതാൻ പറ്റുള്ളൂ. രണ്ടാളുള്ളൂ, ഒറ്റ ആൻസർ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ പറയട്ടെ, ഡാൻസ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. വാട്ട്സ് മൈ ഡ്രീം ജോബ്? So, what's my dream job? PDF ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ടീച്ചിങ് പറഞ്ഞാൽ എന്തായാലും എനിക്ക് ടീച്ചിങ് ആയിട്ട് ഞാൻ പോകും. അപ്പൊ രണ്ടുപേർക്കും ഒരു മാർക്ക് ഇരിക്കട്ടെ. ഓക്കെ, രണ്ടുപേർക്കും ഒരു മാർക്ക്. എനിക്ക് ഇപ്പോഴുള്ളത് അല്ല, പണ്ട്, അതായത് ഒരു 10th 11th 12th ആ സമയത്തൊക്കെ എനിക്ക് എന്താവാനായിരുന്നു ആഗ്രഹം. ഇപ്പം ഓക്കെ, ഇപ്പൊ ഏത് വഴിയാണെന്നൊക്കെ അറിയാം. പക്ഷെ മുന്നേ എനിക്ക് ഏത് ജോബ് അല്ലെങ്കിൽ എന്നെ ആളാവായിരുന്നു ഇഷ്ടം. ഒരാളെ എഴുതിയത് സിംഗർ എന്നാണ്. ഗാനമാണെങ്കിൽ പാടാൻ പോയതിന്റെ ബേസിലാണ് പാട്ട് പാടി കുടുംബം നോക്കണ്ട. പിന്നെ അങ്ങനെ കുറച്ച് കാണുന്നല്ല, വെരി അങ്ങനെ കുറച്ച് കാണുന്നല്ല, സോറി കഴിവെനിക്കില്ല. അങ്ങനെ മാത്രം കുടുംബം നോക്കാനുള്ള കഴിവൊന്നും പാടിച്ച് നോക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പൊ ഡോക്ടറുടെ ബുദ്ധിയുണ്ടെന്നല്ലേ ഞാനിപ്പോ എവിടെ ജോലി ചെയ്യുന്ന അവിടെയാണ് ഈ കുട്ടി റിപ്പീറ്റ് ചെയ്തത്. അപ്പോ ഓക്കെ, അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ക്വസ്റ്റ്യൻ. ആരാണ് ജയിച്ചത് നിങ്ങൾ പറയൂ. അശ്വിനിയാണ് ജയിച്ചത്. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പാളിപ്പോയി, പക്ഷെ സാരല്ല. നമുക്ക് അടുത്ത ഞങ്ങളുടെ സ്റ്റേക്കേഷന് അടുത്ത 3 ദിവസം ട്രൈ ചെയ്യാൻ വരും. അന്ന് ഇവര് തന്നെയായിരിക്കും കോമ്പീറ്റ് ചെയ്യാനുള്ളത്. അന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കാണാടാന്ന് പറയാനുണ്ടാവും. കാണാടാ. ഇനി നിങ്ങൾക്ക് അവസാനത്തെ ഒരു സെഷൻ ആണ് അതായത് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് സെഷൻ. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, ഒട്ടുത്തരം. ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. When exactly are you planning to get married? എനിക്കൊരു ഡാൻസ് കളിക്കണം, എനിക്കൊരു സാരി ഉടുക്കണം, എനിക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കല്യാണത്തിനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. കല്യാണം തൽക്കാലം പ്ലാനൊന്നുമില്ല. പ്ലാൻ ഇല്ല എന്നല്ല, ഐ വിൽ ഗെറ്റ് മാരീഡ്. പക്ഷെ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഒരു കുറച്ചു കാലം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുള്ളൂ. അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല. അതായത് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലം എനിക്കിപ്പോ കല്യാണം കഴിക്കണ്ട. കാരണം ഞാനിപ്പോ റിസർച്ചിലോട്ട് കാലെടുത്ത് വെച്ചുള്ളൂ. അതൊന്നും ഒരു ഇന്നൊരു സ്റ്റേജിലേക്ക് ആയിട്ടും മതി എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അറിയില്ല എന്താ നടക്കുക എന്നുള്ളത്. അപ്പൊ നോക്കാം. ഓക്കെ, നെക്സ്റ്റ്. ഫുഡ് ഓർ സ്ലീപ്പ്? സ്ലീപ്പ്. കാരണം എനിക്ക് ഉറക്കത്തിൽ എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 24 മണിക്കൂർ എനിക്ക് കണ്ടിന്യൂസ്ലി ഉറങ്ങാൻ പറ്റും. പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കാണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ എന്തായാലും സ്ലീപ്പ് കുറച്ച് മേലെയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും? ഉണ്ട്. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആണ് കറുവൊക്കെ. അതായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്മൃതി കാണുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം. പോസിറ്റീവ് തിങ് അബൌട്ട് ഇവർ രണ്ടുപേരെ കുറിച്ച് ഒരൊറ്റ കാര്യം പറയുകയാണെങ്കിൽ, ഏത് സമയം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ടോക്ക് എനിത്തിങ് ടു ദം. ഞാൻ എന്തും എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവര് എന്റെ ഭാഗത്ത് പൊട്ടത്തരാണെങ്കിൽ പോലും ഇവര് രണ്ടുപേരും എന്റെ കൂടെ നിൽക്കുള്ളൂ. ഇവിടെ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാര് ശരിയാണെങ്കിലും ഇവര് എന്റെ അടുത്ത് നിൽക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് രണ്ടുപേരും പോസിറ്റീവ് ആണ്. പിന്നെ അത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. കാരണം എത്ര കാലത്തിന് ശേഷം കണ്ടു കഴിഞ്ഞാലും ഇന്നലെ കണ്ട ഒരു തോന്നലാണ്. വൈബേഷ് ഗ്രൂപ്പാണ് ഗൈസ്. ബാക്കി ആൾക്കാരുടെ കാണാം.